എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷത്തിൽ നടത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LD ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് 2012 22 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കാം. 40 മാർക്കാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു സെക്ഷനിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 40 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് കൺവേർട്ട് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ഫ്രം അപ്പർ കേസ് ടു ലോവർ കേസ് ആൻഡ് വൈസ് വേഴ്സ്. Dash converts the selected text from uppercase to lowercase and vice versa. അപ്പം എന്താണ് ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിനെ അപ്പർ കേസിൽ നിന്നും ലോവർ കേസിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ലോവർ കേസിലുള്ള ഒരു ലെറ്റേഴ്സാണ് ഉള്ളതെങ്കിൽ അതിനെ അപ്പർ കേസ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് കീ ആണ്? ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീ. അപ്പോൾ ഈ ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത് നമുക്കിപ്പം ക്യാപ്സ് ലോക്ക് ഇല്ലാത്ത സമയത്ത് പോലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റും ഏതെങ്കിലും ഒരു ലെറ്റർ, ഇപ്പോൾ എക്സാമ്പിളിന് എ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് അല്ലാതെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. Dash is the blank space between a margin and the beginning or end of an indented line. Dash is the blank space between a margin and the beginning or end of an indented line. Indentation ആണ്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാർജിൻ്റെയും പിന്നെ ബിഗിനിങ്ങോ അല്ലെങ്കിൽ ഇൻഡൻറ്റഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങോ അല്ലെങ്കിൽ എൻഡിലോ വരുന്ന ബ്ലാങ്ക് സ്പേസിനെ പറയുന്നതാണ് ഇൻഡൻറ്റേഷൻ. Dash are a combination of character and paragraph characteristics that are named and stored as a set. Dash are a combination of character and paragraph characteristics that are named and stored as a set. Styles ആണ്. styles. അടുത്ത ക്വസ്റ്റ്യൻ, dash is the text effect that lower the selected text below the baseline changes it to a smaller font size. Dash is the text effect that lower the selected text below the baseline changes it to a smaller font size. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യേണ്ടതാണ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെലക്റ്റഡ് ടെക്സ്റ്റിനെ സ്മോളർ സൈസിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് സ്മോളർ സൈസിലേക്ക് മാറ്റിയിട്ട് ബേസ് ലൈനിൻ്റെ ബിലോ ആയിട്ട് വരുന്ന ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഡാഷ് ഈസ് ദ ടെക്സ്റ്റ് എഫക്റ്റ് ദാറ്റ് റേസസ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് അബവ് ദ ബേസ് ലൈൻ ആൻഡ് റെഡ്യൂസ് ഇറ്റ് ടു എ സ്മോളർ ഫോണ്ട് സൈസ്. ഡാഷ് ഈസ് ദ ടെക്സ്റ്റ് എഫക്റ്റ് ദാറ്റ് റേസസ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് അബവ് ദ ബേസ് ലൈൻ ആൻഡ് റെഡ്യൂസ് ഇറ്റ് ടു എ സ്മോളർ ഫോണ്ട് സൈസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് സ്മോളർ ചെയ്ത് ചെറുതാക്കിയിട്ട് ബേസ് ലൈനിൻ്റെ എബോവായിട്ട് വരുന്ന ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റിനെ പറയുന്ന പേരെന്താണ്? സൂപ്പർ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാം, അതിൻ്റെ ആൻസർ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ് എന്നുള്ളത് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തത്, ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ഓർഗനൈസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. Dash is a collection of related data organized in rows and columns. ടേബിൾ ആണ്. ടേബിൾ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റയാണ്. ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് റോസ് ആയിട്ടും കോളംസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ടു ക്രിയേറ്റ് എ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ദ ഡാഷ് ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ടു ക്രിയേറ്റ് എ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ദ ഡാഷ് ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ഒരു പുതിയ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ന്യൂ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നില്ല. ഇതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേ വീഡിയോയിൽ തന്നെ ഉണ്ട്.
The dash facility is a unique feature of Microsoft Word. The dash facility is a unique feature of Microsoft Word. മൈക്രോസോഫ്റ്റ് വേർഡിന് മാത്രമായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഏതാണ്? ഫെസിലിറ്റി, യുണീക്ക് ഫെസിലിറ്റിയാണ് ഓട്ടോ കറക്റ്റാണ്. ഓട്ടോ കറക്റ്റ് എന്നുള്ളത് മൈക്രോസോഫ്റ്റ് വേർഡിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. അത് യുണീക്ക് ഫീച്ചർ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡാണ്. മൈക്രോസോഫ്റ്റിൻ്റെ വേർഡിൻ്റെ യുണീക്ക് ഫീച്ചറാണ്. The word processor automatically takes you to the next line is called. The word processor automatically takes you to the next line is called word wrapping. Word wrapping എന്നുള്ള ഫീച്ചറാണ്. ഈ വേർഡ് പ്രോസസർ ഓട്ടോമാറ്റിക്കലി ടേക്സ് യു ടു ദ നെക്സ്റ്റ് ലൈൻ. വേർഡ് wrapping. Before doing an operation on the text, you have to dash it. Before doing an operation on the text, you have to dash it. അതായത് ഒരു ടെക്സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സെലക്റ്റ് ആണ്. നമ്മൾ ഒരു ടെക്സ്റ്റിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ടെക്സ്റ്റിനെ ഫസ്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ഈസ് ജനറലി കോൾഡ്. സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന് ജനറലി പറയുന്ന പേരെന്താണ്? ബ്ലോക്ക് ടെക്സ്റ്റ് ആണ്. ബ്ലോക്ക് ടെക്സ്റ്റ് എന്നാണ് സാധാരണ സെലക്റ്റഡ് ടെക്സ്റ്റിന് പറയുന്ന പേര്. An animation character that appears on the screen is along with the instructions is called. An animation character that appears on the screen is along with the instructions is called ഓഫീസ് അസിസ്റ്റൻറ്റ്. ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു ആനിമേഷൻ ക്യാരക്ടറാണ്. അത് സ്ക്രീനിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെയാണ് വരുന്നത്. A word processor is an application software used dash and dash documents. A word processor is an application software used dash and dash documents. Create, edit and print. വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിക്കുന്നത് ഡോക്യുമെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനുമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം. അതൊക്കെയാണ് ഈ വേർഡ് പ്രോസസ്സറിൻ്റെ ഉപയോഗങ്ങൾ. ദ ടേം ഡോക്യുമെൻറ്റ് റെഫേഴ്സ് ടു എ ഫയൽ ക്രിയേറ്റഡ് യൂസിങ് എ. അതായത് ഡോക്യുമെൻ്റ് എന്നുള്ള ടേം ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്? വേർഡ് പ്രോസസ്സർ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിനെയാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. To create a Word document, you first have to open the. To create a Word document, you first have to open the Word application. Simple questions ആണ് ഇതിലുള്ളത്. ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ചോദിക്കാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു, അറിയില്ല. To create a Word document, you first have to open the Word application. In Word window, blank white area is called. Word വിൻഡോയിൽ ബ്ലാങ്ക് വൈറ്റ് ഏരിയനെ പറയുന്ന പേര് ഡോക്യുമെൻറ്റ് ഏരിയ എന്നാണ്. ഡോക്യുമെൻറ്റ് ഏരിയ. ടോപ്പ് ബാർ ഓഫ് ദ വേർഡ് വിൻഡോ ഈസ് കോൾഡ്. വേർഡ് വിൻഡോയിലെ ടോപ്പിലുള്ള ബാറിനെ പറയുന്ന പേര് ടൈറ്റിൽ ബാർ ആണ്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേർഡ് വിൻഡോയിൽ ആ വിൻഡോൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫയലിൻ്റെ പേര് ടൈറ്റിൽ ബാറിനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ടൈറ്റിൽ ബാർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ബാറിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ഉള്ളത്. ക്ലോസ്, മിനിമൈസ്, മാക്സിമൈസ് ഇതിനൊക്കെയുള്ള ഓപ്ഷൻ ഈ ടൈറ്റിൽ ബാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദ ഇൻസേർഷൻ പോയിൻ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡാഷ് ഓൺ ദ സ്ക്രീൻ. ഇൻസേർഷൻ പോയിൻ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡാഷ് ഓൺ ദ സ്ക്രീൻ. പൊസിഷൻ. ഇൻസേർഷൻ പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ക്രീനിലുള്ള പൊസിഷനാണ്. ടു ക്രിയേറ്റ് എ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് പ്രസ്. ഒരു പുതിയ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+N ആണ്. Ctrl+N. ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്താണ് എന്നുള്ളത് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ടു ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ് ഫ്രം എ ടെംപ്ലേറ്റ് ക്ലിക്ക് ഡാഷ് മെനു. ടു ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ് ഫ്രം എ ടെംപ്ലേറ്റ് ക്ലിക്ക് ഡാഷ് മെനു. ഫയലാണ്. ഫയൽ മെനുവിൽ നിന്നാണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. In which part of the Word window are the shortcuts to the menu commands available? In which part of the Word window are the shortcuts to the menu commands available? Standard toolbar.
വേർഡ് വിൻഡോയിലെ ഏത് പാർട്ടിലാണ് ഷോർട്ട് കട്ട് കമാൻഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്? To move down to the third page of the document, which interface element will you use? അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റിലെ 3ാമത്തെ പേജിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ഇൻ്റർഫേസ് എലമെൻറ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നത്? സ്ക്രോൾ ബാർസ് ആണ്, സ്ക്രോൾ ബാർസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 22 ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.